ഹലോ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നീതിയുടെയും ധർമ്മത്തിന്റെയും പാന്താവിൽ നിന്നും വളരെയേറെ വിദൂരമായ അവസ്ഥയിലാണ് ഇന്നത്തെ രാജ്യം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ മനുഷ്യനെ മറക്കുന്ന കാലഘട്ടം, മതവിഭാഗത്തെ തള്ളിക്കളയുന്ന കാലഘട്ടം, മനുഷ്യനെ കൊല്ലുന്ന കാലഘട്ടം ആയി മാറിയിരിക്കുന്ന ഈ നൂറ്റാണ്ട് ഒരു വിഭാഗം മതക്കാരുടെ സ്നേഹവും പ്രീതിയും പിടിച്ചു പറ്റുക എന്നത് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഡെമോക്രസിയെ തകർത്ത് തരിപ്പണമാക്കിയ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കോടാനുകോടി മനുഷ്യർ താമസിക്കുന്ന പവിത്രമായ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിൽ നാനാ മതങ്ങളും പല വർണ്ണങ്ങളും പല ഗോത്രങ്ങളുമായി പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ ഇന്നലെ വരെയും ഇന്ത്യ ലോകത്ത് പ്രകാശിച്ചിരുന്നു എന്ന് നമുക്ക് ദർശിക്കാൻ സാധിക്കും. ദാർശനികരായ ചിന്തകന്മാരുടെ അവരുടെ വിലയിരുത്തൽ ഇന്ത്യ എന്ന് പറയുന്നത് ബഹുവർണ്ണങ്ങളുള്ള ഒരു പൂന്തോട്ടമാണ്, പൂക്കൾ വിടർന്നു നിൽക്കുന്നൊരു ബഹുവർണ്ണങ്ങളുള്ള പൂക്കൾ നിറഞ്ഞൊരു പൂന്തോട്ടമായി ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ മറ്റ് ജനങ്ങൾ ഉൾക്കൊണ്ടിരുന്നു. എന്നാൽ ചിലരുടെ വർഗീയവാദികളുടെ ഒത്താശയോടുകൂടി അവരെ മാത്രം പ്രീണിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് പഴയകാല മനുവിന്റെ ജീവിതവും മനുവിന്റെ ആശയ ആദർശങ്ങളും പണ്ടെങ്ങോ വന്നു കയറിയ ആര്യന്മാരിൽ നിന്ന് ഉടലെടുത്തതായ അന്ന് കാലഘട്ടത്തിലെ ജാതി സംവിധാനം രാജ്യത്ത് ഊട്ടിയുറപ്പിക്കുവാൻ ശ്രമിക്കുന്ന ചില തൽപര കക്ഷികൾ, സേതാതു യുഗത്തിലെ ശ്രീരാമനെ പോലെയും അന്ന് കാലത്തുണ്ടായിരുന്ന ആ ജീവിത രീതിയെല്ലാം മാറി ഇന്ന് ഹൈടെക് യുഗത്തിന്റെ മുന്നിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പഴയകാല മുണ്ടുകളും മാറിടം മറയ്ക്കാതെയുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണവും തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ക്ഷത്രിയരായ ആളുകൾ, മനുവിന്റെ നിയമം ഇവിടെ സ്ഥാപിക്കുക, മനു പറഞ്ഞതായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ കൊണ്ടുവരിക എന്നുള്ളതായ മനസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ വിഭാഗീയത ഇവിടെ ഉണ്ടാക്കി അന്നത്തെ പോലെ ബ്രാഹ്മണ സമുദായത്തിന് മേധാവിത്വം നൽകുവാനായി സവർണ അവർണ എന്ന് പറയുന്നതായ വിഭാഗത്തെ വീണ്ടും മതേതര ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഒരു വിഭാഗം ആളുകൾ അറിഞ്ഞിരിക്കുക, ആ കാലഘട്ടം അല്ല ഇന്ന്. ആ കാലഘട്ടം അല്ല എന്ന് ഞാനിപ്പോൾ ഈ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നതിന് മുമ്പായി ശുദ്ര എന്ന് പറയുന്ന ഒരു ഫിലിമിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ചിത്രീകരണം നമ്മൾ കണ്ടിരുന്നു. ഞാൻ മുമ്പ് പറയുമായിരുന്നു, സിനിമയെ ജീവിതമാക്കുന്നവരുമുണ്ട്, ജീവിതം സിനിമയാക്കുന്നവരുമുണ്ട്. യാഥാർത്ഥ്യത്തെ
വളയ്ക്കുന്നവരുമുണ്ട്, വളച്ചൊടിച്ച് ചീത്തയാക്കുന്നവരുമുണ്ട്. യാഥാർത്ഥ്യം അതുപോലെ തന്നെ പ്രദർശിപ്പിക്കുന്നവരുമുണ്ട്. ഇല്ലാത്ത ഒന്നിനെ യാഥാർത്ഥ്യമാക്കുന്നവരും ഈ ഫിലിം എന്ന് പറയുന്ന സൊസൈറ്റിയിലൂടെ നമുക്ക് മുന്നോട്ട് ചില കാര്യങ്ങൾ കാണിച്ചു തരികയാണ്. ബാഹുബലി എന്ന് പറയുന്ന ഒരു സിനിമ എത്രയോ കോടികൾ സമ്പാദിച്ചുകൊണ്ട്, കോടികൾ മുടക്കിക്കൊണ്ട് പിടിച്ച സിനിമയിൽ ഉള്ളതെല്ലാം യാഥാർത്ഥ്യമല്ല എന്ന് വളരെ വ്യക്തമായി അതിന്റെ അവതാരകരും എല്ലാവരും സമ്മതിച്ച കാര്യമാണ്. അതിനുവേണ്ടി എത്ര കോടികൾ മുടക്കി മഹൽമതി എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഏതോ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് കോടികൾ ഫിലിം സ്റ്റാറുകൾ, ഫിലിം നിർമ്മാതാക്കൾ ഉണ്ടാക്കി. എന്തായാലും അങ്ങനെ ഒത്തിരി കഥകൾ, കള്ളക്കഥകൾ എടുത്തുകൊണ്ട് സിനിമയാക്കുന്ന കാലഘട്ടം. എന്നാൽ പഴയകാല ക്ഷത്രിയ, വൈശ്യർ, ശൂദ്രർ, ദ്രാവിഡർ എന്ന് പറയുന്ന സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യങ്ങളെ കാണുമ്പോൾ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കുക, നിങ്ങൾക്കിവിടെ പുതിയൊരു ജീവിതം തരുവാനാണോ അവരാഗ്രഹിക്കുന്നത്? ഒരിക്കലുമില്ല. സവർണനും അവർണനും എന്ന് പറയുന്ന ഐക്യം എന്നും നിലനിൽക്കുകയാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അതിന്നും നിലകൊള്ളുകയാണ്. എന്നിട്ട് ഹിന്ദുക്കളായ സഹോദരന്മാരുടെ നാവിൽ നിന്ന് വരുന്നത് എന്താണെന്നറിയുമോ? അയോധ്യ എന്ന് പറയുന്ന ടെമ്പിൾ, ആ അമ്പലം ജനങ്ങൾക്ക് വേണ്ടി അതാ തുറന്നുകൊടുത്തിരിക്കുകയാണ്. ഏതൊരുത്തനും ആരാധിക്കുവാനുള്ള അവകാശം അവിടെയുണ്ട്. ആരാണ് മക്കളെ വരുന്നത്? മുസ്ലിം വരുമോ? വിഗ്രഹാരാധനയ്ക്ക് എതിരെ നിൽക്കുന്ന മുസ്ലിം വരുമോ അവിടെ ആരാധന ചെയ്യാൻ? ഒരിക്കലുമല്ല സഹോദരന്മാരെ. ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കാത്ത, അവരുമായി ഹൈന്ദവ സംസ്കാരമായി കൂടി കുഴഞ്ഞു നടക്കുന്ന, സംസ്കാരമെന്തായ എന്നറിയാത്ത സംസ്കാരശൂന്യരായ ആളുകൾക്ക് ഒരുപക്ഷേ ഭയത്തിന്റെ ആ ഭയത്തിന്റെ കാരണത്താൽ എങ്ങാനും ചെന്നെങ്കിൽ മാത്രം മുസ്ലിം ആ ടെമ്പിളിൽ ചെന്നുകൊണ്ട് ആരെയാണ് ആരാധിക്കേണ്ടത്? അല്ലാഹുവിനെയോ? ഇടോ മനുഷ്യന്മാരെ, അതൊരു പവിത്രമായ മസ്ജിദായിരുന്നു. നാവുകൾ കൊണ്ട് മാത്രം പറഞ്ഞാൽ അത് ടെമ്പിളാകില്ല. ഖിയാമത്ത് നാൾ അവസാനം വരെ അല്ലാഹുവിന്റെ ഭവനത്തിൽ സുജൂദ് നടന്നില്ല എങ്കിൽ അവിടെ സുജൂദ് ചെയ്യുവാൻ മാലാഖമാർ അവിടെ ഉണ്ടാകും. അതൊരു മസ്ജിദാണെങ്കിൽ അല്ലാഹുവിന്റെ മറ്റ് സൃഷ്ടികളായ ജിന്നുകളും മാലാഖമാരും അവിടെ ഉണ്ടാകും. പക്ഷേ ജിന്നുകൾക്കും മാലാഖമാർക്കും അതിലേക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുവാൻ കാരണം ആകത്തക്ക രീതിയിൽ വിഗ്രഹങ്ങളെ കൊണ്ട് അവിടെ നിറയ്ക്കപ്പെട്ടു കഴിഞ്ഞാൽ, രൂപങ്ങളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടാൽ ഒരു മാലാഖമാരും അവിടെ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ്. അവർക്കത് അതിലേക്ക് പ്രവേശിക്കൽ അനുവദനീയമല്ല. എന്നിരുന്നാലും മസ്ജിദ് തന്നെയായി തന്നെ തുടരുന്നതാണ്. അത് എത്രയധികം ടെമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആഘോഷിച്ചിട്ടും ഒരു കാര്യമില്ല, വെറും പറയാം എന്നല്ലാതെ അതിന് യാതൊരു പ്രാധാന്യവും യാതൊരു പ്രതിഫലവും ഇവിടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ സംഭവം. നിങ്ങൾ സഹോദരന്മാരെ മനസ്സിലാക്കുക, നിങ്ങൾ മനസ്സിലാക്കി ജീവിക്കണം. മുസ്ലിമും മനുഷ്യനാണ്, ക്രൈസ്തവനും മനുഷ്യനാണ്, ഹിന്ദുവും ശുദ്രനും വൈശ്യനും എല്ലാം മനുഷ്യനാണ്. ഇപ്പോഴും നമുക്ക് കാലഘട്ടത്തിൽ ഇപ്പോൾ അവരൊന്നും ഇല്ല. സഹോദരന്മാരെ, ശുദ്രന്മാരാണ് ഇന്ന് കാണപ്പെടുന്ന ദലിത് ആളുകളായി അവർ കണ്ടിരിക്കുന്നത്. ദലിത് സമുദായത്തെയാണ് ശുദ്രന്മാരായി മാറുമറക്കാതെയും തലകുനിച്ചും ബ്രാഹ്മണ നേതാക്കന്മാരുടെ മുന്നിൽ കുപ്പുകുത്തി നിന്നിരുന്നൊരു കാലഘട്ടം അന്ന് ഇവിടെ കഴിഞ്ഞു പോയിരുന്നു. ആര്യൻ പശ്ചിമ ആശയിൽ നിന്നുള്ള ആര്യന്മാരുടെ വരവോടുകൂടി ഇന്ത്യയിൽ വിഭാഗീയത ഉടലെടുക്കുകയാണ് ചെയ്തത്. അതിനിടയിൽ കൗരവ യുദ്ധങ്ങളും പാണ്ഡവ യുദ്ധങ്ങളും ഉടലെടുത്തു.
അതിനിടയിലാണ് സരയൂ തീരത്ത് സേതാദ്വീപത്തിലെ ശ്രീരാമനെയും എല്ലാം ആസ്പദമാക്കിക്കൊണ്ട് വാൽമീകി രചിച്ച തുഞ്ചത്ത് രാമാനുജൻ എഴുതിയ രാമായണങ്ങൾ ഇവിടെ പ്രസക്തിയാകുന്നു. ആര്യന്മാരുടെ കാലഘട്ടത്തിന് ശേഷമാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. എന്തായാലും ഒരു സഹോദരൻ പറഞ്ഞതുപോലെ ഭഗവാൻ കൃഷ്ണൻ എന്റെ ഹൃദയത്തിലുണ്ട്. എങ്ങനെയാണ് ഞാൻ ആ ഹൃദയത്തിൽ കാണുന്നത്? വാൽമീകിയുടെ മഹാഭാരതത്തിലൂടെ വായിച്ച ആ കഥയിലെ ഒരു കഥാപുരുഷനായി എന്റെ ഹൃദയത്തിലുണ്ട്. അതുപോലെ തന്നെ രാമായണം വായിച്ച അദ്ദേഹം പറഞ്ഞു വാൽമീകിയിലൂടെ. എന്നാൽ അദ്ദേഹം എഴുത്തച്ഛന്റെ കാര്യം പറയുന്നില്ല. അധ്യാത്മരാമായണവും അതുപോലെ തന്നെ പലതരത്തിലുള്ള രാമായണങ്ങളും എഴുതിയ കഥകളിൽ വസിക്കുന്ന ഒരു ധർമ്മനിഷ്ഠയുള്ള ഒരു മനുഷ്യനായി എന്നും എന്റെ ഹൃദയത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന് ഒരു ഹൈന്ദവ സഹോദരൻ പറയുമ്പോൾ എന്റെ സഹോദരന്മാരെ നിങ്ങൾക്ക് അങ്ങനെ ചിന്തിച്ചുകൂടാ? ദൈവമാണോ രാമൻ? ഒരിക്കലും അദ്ദേഹം ദൈവമായിരുന്നില്ല, ദൈവത്തിന്റെ അവതാരവുമായിരുന്നില്ല. അദ്ദേഹം സേതായുഗത്തിൽ ജനിച്ച് സംഭവം അയോധ്യയ്ക്ക് ഉണ്ടാകാം. അയോധ്യയും അവിടുത്തെ രാജഭരണങ്ങളും എല്ലാം ഉണ്ടാകും. അന്ന് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഓരോ ഏരിയകളും ഗോത്രങ്ങളും ഭരിച്ചിരുന്നു. ആഗോളതലത്തിൽ ഭരിക്കുവാനായി ഇന്നത്തെ പോലെയുള്ള ജനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഗോത്ര തലവന്മാരായിരുന്നു കുറെ ആളുകൾ. ആ ഒരു പ്രദേശത്തെ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. എന്നിരുന്നാൽ ചിന്തിക്കേണ്ട കാലഘട്ടം സഹോദരന്മാരെ വന്നിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ഇനി ഒരുപക്ഷെ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, പണ്ട് കാലങ്ങളിൽ ഇവിടെ നടത്തിയിരുന്ന ആ ചേരിതിരിവുകൾ ഇന്നിവിടെ നടത്താൻ ശ്രമിച്ചാൽ മനുഷ്യനെല്ലാവരും ഒറ്റക്കൊട്ടായിക്കൊണ്ട് ബ്രാഹ്മണസം എന്ന് പറയുന്നതായ സവർണ മേധാവിത്വത്തെ പിഴുതെറിയുവാൻ തക്ക രീതിയിൽ ജനങ്ങൾ ബുദ്ധി ആർജിച്ചു പോയി എന്നത് മനസ്സിലാക്കേണ്ടത് ബ്രാഹ്മണന്മാർക്ക് പ്രത്യേകം അറിവ് നൽകുകയാണ്. കേരള സംസ്ഥാനത്തിൽ ഇത്തരണത്തിൽ മനു പറയുന്നത് പോലെ ശൂദ്രരെ ജന്മന പ്രകൃതരായ, അതായത് നിന്ദ്യരായ, പ്രകൃതി നിന്ദ്യരായ ആളുകളായി ഇന്ന് ശൂദ്രരെ കാണുകയാണ് എങ്കിൽ ബ്രാഹ്മണൻ പറയുകയാണ്, മനു പറയുകയാണ്, ബ്രാഹ്മണ കുല മേധാവികളെ, ഇവിടെ വരുന്ന ദളിതരായ ആളുകളെ, ശുദ്ര പ്രകൃതിക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിന്ദ്യരായി ഗണിക്കണം. അവരെ എന്ത് ചെയ്യാൻ പാടില്ല? കർമ്മത്തിലൊന്നും അവരടിപ്പിക്കാൻ പാടില്ല. അവരെത്രയധികം കർമ്മങ്ങൾ ചെയ്താലും, അവരെത്രയധികം ജയ ശ്രീനാം വിളിച്ചാലും, അവരേതെല്ലാം ദൈവത്തെ വിളിച്ചാലും അവർ ജന്മം കൊണ്ട് ഏറ്റവും താഴ്ന്ന സൃഷ്ടി തന്നെയാണ്. ഈ സഹോദരന്മാരെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചിന്തിക്കേണ്ട കാലഘട്ടം, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന പരിശുദ്ധമായ ദീനിന്റെ ആദർശങ്ങളെ തട്ടിക്കളയുവാൻ കുറെ ആളുകൾ മുന്നോട്ട് വരികയാണ്. ജന്മന ഓരോ ആളുകളും ആ മതത്തിലായി കഴിയുമ്പോൾ വിശ്വാസം കൊണ്ടവർ ആ പദവിയിലേക്ക്, ഇപ്പൊ സവർണൻ, ഉദാഹരണമായി ശ്രീരാമനെ ആരാധിക്കുന്ന സവർണൻ, ദളിതനും അതുപോലെ തന്നെ ശ്രീരാമനെ ആരാധിക്കാൻ തുടങ്ങിയാൽ അവനും ആ ഒരു പദവിയിൽ എത്തും എന്നുള്ള ഒരു തോന്നൽ വെറും നുണയാണ്. ഒരിക്കലുമില്ല. ജന്മന അവർ ശുദ്ധൻ ദളിതനാണോ, അവൻ എന്നും തന്നെ എപ്പോഴും അവർ അങ്ങനെ തന്നെയാണ്. അവർക്ക് മന്ത്രോച്ചാരണങ്ങൾ ചെയ്യാൻ പാടില്ല. അവർ ഇന്നും താഴ്ന്ന ആ ജാതിയായി തന്നെ കാണണമെന്ന് മനുസ്മൃതി മനുഷ്യനെ അറിയിച്ചു തരികയാണ്. മനുസ്മൃതി പഠിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഹിന്ദുക്കൾ പറയുന്ന വേദവാക്യങ്ങൾ എല്ലാ ഹിന്ദുക്കളുമല്ല, സവർണ മേധാവിത്വമുള്ള ബ്രാഹ്മണന്മാർ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബ്രാഹ്മണൻ എന്ന് പറയുന്ന ക്ഷത്രിയൻ, അവൻ ശുദ്ധരാകുന്ന, പീഡിപ്പിക്കപ്പെടുന്ന ദളിത് ജനങ്ങളോട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കരുതിയിരുന്നാൽ എന്തായാലും മുസൽമാൻ ഒരിക്കലും ഇത്തരണത്തിലുള്ള കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കില്ല. മുസൽമാൻ മരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ 2 പേരെ കൊണ്ടുപോയിട്ടേ അവൻ ഇവിടെ നിന്ന് ഷഹീദാകുകയുള്ളൂ. അത് യാതൊരു സംശയമില്ല. അവൻ ഒരിക്കൽ മരിക്കാൻ അവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവൻ കഴിയുമെങ്കിൽ 2 ശൂദ്രരെ കൊണ്ടുപോയിട്ടേ അവൻ മരിക്കുകയുള്ളൂ. അവന് ഷഹീദിന്റെ കൂലി കിട്ടുകയും ചെയ്യും.
ഇവിടെ പിന്നെയും ഈ വീരവാദങ്ങൾ മുഴങ്ങി ജയ് ശ്രീരാം വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെന്ത് കണ്ടിട്ടാണ് ജയ് ശ്രീരാം വിളിക്കുന്നത്? ദളിതരും വിളിക്കുകയാണ്. അല്ലാത്ത പഠിക്കണം, ചരിത്രങ്ങൾ പഠിക്കണം. ശുദ്രരെ, ദളിത് വർഗങ്ങളെ നിന്ദ്യരായി പരിഗണിക്കുന്നവരാണ് ക്ഷത്രിയന്മാർ. ബ്രാഹ്മണ കുലത്തിൽ ക്ഷത്രിയ ആ സംസ്കാരങ്ങളിലെ ഏറ്റവും ഉന്നത കുലജാതരാണ് ബ്രാഹ്മണന്മാർ. എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ അത് തിരിച്ചു കൊണ്ടുവരുവാൻ ഉള്ള ശ്രമങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലുമില്ല. മുസൽമാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം ആയുധങ്ങളൊന്നും അവർക്ക് വേണ്ട. വാരിയം കുന്നത്ത് കുഞ്ഞാമൽ ഹാജിയാർ വാരിക്കുന്തവും ഏന്തിച്ചോറായി വെള്ളക്കാരെ തുരത്തിടുവാനായി വാരിക്കുന്തവുമായി മുന്നോട്ട് വന്ന മുസൽമാന്റെ ആ ഒരു പാതയുള്ള ആളുകളുമുണ്ട്. ഇന്നിവിടെ എങ്ങാനും ക്ഷത്രിയ ആ ഒരു സംവിധാനങ്ങളും നിയമങ്ങളും ശുദ്രന്റെ മേൽ അടിച്ചേൽപ്പിക്കുവാനായി ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മുൻപന്തിയിൽ ഇസ്ലാം ഉണ്ടായിരിക്കും. പല സ്ഥലങ്ങളിലും നിങ്ങൾ മനസ്സിലാക്കണം, അയോധ്യയുടെ ഒരു ടെമ്പിൾ നിർമ്മാണത്തിന് വേണ്ടി എത്രയോ പാവപ്പെട്ടവന്റെ കുടിലുകൾ നീക്കം ചെയ്തു. നിങ്ങൾ ആർത്തിച്ചിരിക്കുകയാണ്. ജയ് ശ്രീരാം, ശ്രീരാമനെ അവിടെ പ്രതിഷ്ഠിച്ചാൽ മതി. മറ്റുള്ള ശുദ്രന്റെയോ കൂട്ടത്തിൽ മുസൽമാന്റെയും ഉണ്ടാകും. അവിടെ ആ ഏരിയ മുഴുവൻ ശ്രീരാമനും ഒന്ന് കാണുവാൻ വേണ്ടി ആ പാവപ്പെട്ടവന്റെ കുടിലുകൾ ബുൾഡോസർ കൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അവിടെ എന്ത് ശ്രീരാമ പ്രതിഷ്ഠ വെച്ചിട്ട് എന്ത് കാര്യം സഹോദരന്മാരെ? ഒരു കാര്യമില്ല. ജീവിതത്തിൽ ദൈവമെന്ന് പറയുന്ന ഒരു ശക്തൻ മനുഷ്യന് വേണ്ട അനുഗ്രഹങ്ങൾ ചെയ്യുന്നവനാണ്. മനുഷ്യന് വേണ്ടി എല്ലാ നന്മകളും ചെയ്യപ്പെടുന്ന ദൈവം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഒരു സാങ്കല്പികമായ കഥാപാത്രമാണ് അവർക്കെങ്കിൽ പോലും മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൈവം നന്മയുടെ ഭാഗത്തുകൂടി മുന്നോട്ട് പോകുന്നവനാണ്. ഒരിക്കലും ദൈവം അവതരിച്ചുകൊണ്ട് ശത്രുക്കളെ നിഗ്രഹിക്കുവാനായി അവതാര പുരുഷനായി വരേണ്ടതായ കാലഘട്ടം, ആ ഒരു ആവശ്യകത ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഇല്ല. പക്ഷെ ഇവിടെ എന്താണ് നടക്കുന്നത്? ബ്രഹ്മാവ് എവിടെ നിന്ന് ഉടലെടുത്തു? തന്റെ മുഖത്തിൽ നിന്നാണ് ബ്രഹ്മാവ് ഉടലെടുത്തത്. ബ്രാഹ്മണം, അതായത് ബ്രഹ്മാവ് തന്റെ മുഖത്തിൽ നിന്നും, അതുപോലെ ബ്രാഹ്മണരെ കയ്യിൽ നിന്നുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിശ്വാസമാണ്, ഹൈന്ദവ വിശ്വാസമാണ്. ബ്രഹ്മാവ് തന്റെ മുഖത്തിൽ നിന്നും, ബ്രാഹ്മണരെ കൈകളിൽ നിന്നും, ക്ഷത്രിയരെ തുടകളിൽ നിന്നും, വൈശ്യരെ കൈകാലുകളിൽ നിന്നും എല്ലാം സൃഷ്ടിച്ചിരിക്കുകയാണ്. ബ്രഹ്മാവ് സൃഷ്ടിച്ച കാര്യം പറയുന്നത്, ബ്രഹ്മാവ് മുഖത്തിൽ നിന്നാണ് ബ്രാഹ്മണരെ സൃഷ്ടിച്ചത്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ആരാണ്? സാങ്കല്പിക ദൈവമാണ്. ആ ഒരു സാങ്കല്പിക ദൈവം സാങ്കല്പികമായി സൃഷ്ടിക്കപ്പെട്ട കാര്യമാണ് ഈ പറയുന്നത്. മുഖത്തു നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് ബ്രാഹ്മണന്മാരെ. അതുപോലെ തന്നെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയരെ, അതുപോലെ തന്നെ വൈശ്യരെ കാലുകളിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടു. ഇതിനൊന്നും കൂടാതെ ശുദ്രരുണ്ട്. അപ്പൊ അത് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അവരൊന്നും എല്ലാവരുടെയും കുത്തുവാക്കുകളും കേട്ട്, എല്ലാവരുടെയും പീഡനങ്ങൾ കേട്ടുകൊണ്ട് ജീവിക്കാൻ അവർ ശുദ്ധരായ നിന്ദിക്കപ്പെട്ട ആളുകളാണ്. നമ്മൾ മനസ്സിലാക്കുക, ബ്രാഹ്മണനെ മംഗളത്തെയും, ക്ഷത്രിയന് ബലത്തെയും, വൈശ്യന് ധനത്തെയും, ശൂദ്രന് ദാസിയെയും സൂചിപ്പിക്കുന്നവയായിരിക്കണം നാമങ്ങൾ. അപ്പൊ ശൂദ്രൻ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിന് മനുവിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിലയുമില്ല. ഇത് ഞാൻ പറഞ്ഞതൊന്നുമല്ല, അത് മനുസ്മൃതിയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ ബ്രാഹ്മണന് നാമം ശർമ്മ എന്ന ഉപദേശത്തോടു കൂടിയായിരിക്കണം. ക്ഷത്രിയന് രക്ഷാസൂചകവും, വൈശ്യന് പുഷ്ടിസൂചകവും, ശുദ്രന് ദാസ്യസൂചകവും ആയ ഉപപദങ്ങൾ പേരിനോടുകൂടി ചേർക്കേണ്ടതാകും. ഇതും പറഞ്ഞത് ഞാനല്ല, മനുസ്മൃതിയാണ് പറഞ്ഞത്. വേദങ്ങൾ ചൊല്ലിയതിന്റെ അടിസ്ഥാനത്തിൽ നാവുകൾ മുറിച്ചു കളഞ്ഞ സംഭവം നമ്മളിപ്പോൾ ഞാൻ ഈ പ്രസംഗത്തിന് മുമ്പ് ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. അതൊരു ഫിലിമാണ് സംഭവം.
അഫ്ലാം ഫിലിമാണ് സംഭവം, പിക്ചർ, അത് ഫിലിം. അന്നത്തെ കാലഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ട് ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടാണ് അവരത് പ്രദർശനം നടത്തിയിരിക്കുന്നത്. സഹോദരന്മാരെ, അതൊരു ചിത്രീകരണമാണെങ്കിൽ പോലും ഒരു കൊച്ചിന്റെ നാവ് മുറിച്ചു കളയുന്ന സീൻ അതിനകത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായി ഈ ലോകത്ത് സംഭവിച്ച, ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് സംഭവിച്ച ഒരു കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ശുദ്ധൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ന് കാലഘട്ടത്തിൽ പറയപ്പെടുന്ന അധപരായ, എന്നാൽ അവർ എല്ലാവരും ഒരേ ഗ്രൂപ്പുകാരാണ്. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ എന്ന 3 വർണ്ണികൾ, ഈ 3 വിഭാഗത്തിലുള്ള ആളുകൾ ദ്വിജന്മന്മാരാണ്. അവർക്ക് 2 ജന്മമുണ്ട്. 2 ജന്മമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ വൈശ്യനാകട്ടെ, അതുപോലെ ക്ഷത്രിയനാകട്ടെ, ബ്രാഹ്മണനാകട്ടെ, നിങ്ങൾക്ക് 2 ജന്മമുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത്, മനുസ്മൃതിയാണ് പറഞ്ഞത്. എന്നാൽ 4ാമതായ ശൂദ്രന് ഏക ജന്മമേ ഉള്ളൂ. 5ാമൊരു ജാതി അവർക്കില്ല, വേറെ 5ാമതായ ഒരു ജാതി ഇവർക്കെല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ആ ഒരു തത്വസംഹിതകളും അതിന്റെ നിയമാവലികളും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളും സഹജീവികളോടുള്ള ഇസ്ലാമികമായ ആ പ്രവർത്തനങ്ങളും മനസ്സിലാക്കുവാൻ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം സഹോദരന്മാരെ. ഇസ്ലാം വർണ്ണവെറിക്കെതിരെ ഇവിടെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ കൊല്ലുമൊഹമയെന്നോ അവരുടെ പദവിയുടെ അടിസ്ഥാനത്തിലോ അവരുടെ ജോലിയുടെ അടിസ്ഥാനത്തിലോ ഒന്നും വേർതിരിക്കാത്ത പരിശുദ്ധമായ മതമുണ്ട് എങ്കിൽ അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികൾക്കില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയില്ലേ? ക്രിസ്ത്യാനികൾക്കുണ്ട്. ഇവരെ പോലെ തന്നെ ബ്രാഹ്മണ മേധാവിത്യം പോലെ തന്നെ ഏറ്റവും അകപ്പതിച്ച അവർ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഉള്ളിൽ ഈ ഹരിജനങ്ങൾ കൺവെർട്ടായിക്കൊണ്ട് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. പെന്തക്കോസ്തുകാർ. അവർക്ക് പ്രത്യേകമായ കത്തോലിക്ക പള്ളിയിലോ ഇനി ബൈ ചാൻസ് എങ്ങാനും കയറിക്കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഇവർ സത്യക്രിസ്ത്യാനിയല്ല, ഇവർ കത്തോലിക്കരല്ല, സിറിയക്കാരല്ല, റോമൻകാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് പുച്ഛിക്കും. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തെ ഭയന്നുകൊണ്ട് അവർ പറയുകയാണ് അവരുടെ ശവക്കല്ലറകൾ വേറെ. പെന്തക്കോസ്തുകാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ട് കത്തോലിക്ക പള്ളിയിൽ നിന്നും കൊണ്ട് അടക്കത്തില്ല. റോമൻ കത്തോലിക്കരുടെയും സിറിയ കത്തോലിക്കരുടെയും ഒരു സ്ഥലത്തും കൊണ്ട് അടക്കത്തില്ല. അവർക്ക് പ്രത്യേകമായ കല്ലറകളുണ്ട്. പിന്നെ ഇപ്പോൾ ഈ പാസ്റ്റർമാരുണ്ടല്ലോ, പാസ്റ്റർമാർ അവരെന്താക്കിയിരിക്കുകയാണ്, അവരെ പോപ്പാക്കിയിരിക്കുകയാണ്. അതങ്ങനെ ഒരു വിഭാഗം ആളുകൾ അങ്ങനെ എവിടെയോ കിടന്ന ആളുകളെ വിളിച്ചിട്ട് ഏതോ വേറെ മതത്തിൽ നിന്ന് വന്ന ആളാണ്, എന്താണ് അത് ബിഷപ്പാക്കും. ബിഷപ്പ് ഭയങ്കര ബിഷപ്പാ പുള്ളിക്കാരൻ. അതുകൊണ്ട് പുള്ളിനെ ബിഷപ്പാക്കി. ഇവര് പറയുന്നതാണ് എത്രയധികം മതപ്പതിച്ചു പോയി. ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ആരാണ്? പിന്നെ അവരൊരു പാവങ്ങൾ ആരാധിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. നമ്മന്റെ മതത്തിലേക്ക് വന്നവരല്ല, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ പോട്ട എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് ഗ്രൂപ്പിലുള്ള ആളുകൾ അങ്ങ് തള്ളിവിടുകയാണ്. എന്തായാലും ഇതൊന്നും ഇസ്ലാമില്ല. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ ഏജവനും തോള് ചേർന്നിരുന്നു കൊണ്ട് നമസ്കരിക്കാം. അവിടെ അറിവ് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഫത്വ പുറപ്പെടുവിക്കാം. ഇൽമിൽ അഗാധമായ പാണ്ഡിത്യമുള്ള ഒരു ക്ഷത്രിയൻ അല്ലെങ്കിൽ ഒരു ശൂദ്രൻ, ഒരു വൈശ്യൻ ആരായിക്കൊള്ളട്ടെ, അവൻ ഇസ്ലാമിക മൂല്യപാഠങ്ങൾ പഠിച്ച് ക്ഷത്രിയനായി ശൂദ്രനായിക്കൊള്ളട്ടെ, ഹിന്ദു വിശ്വാസപ്രകാരം ഏറ്റവും അധമനായി കാണുന്ന ഈ വിഭാഗം അടിച്ചമർത്തപ്പെട്ട ശൂദ്രനായി ഇന്ന് കാണുന്ന ദളിത് സമൂഹം, ഈ ദളിത് സമൂഹത്തെ ഇന്ന് ഒരു ഖുർആൻ പഠിച്ചു ഹദീസ് പഠിച്ചു കഴിഞ്ഞാൽ അവൻ ഇസ്ലാമിന്റെ ഏറ്റവും ഉന്നത തലങ്ങളിൽ മറ്റുള്ളവർക്ക് അധ്യാപനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും നേതൃത്വ സ്ഥാനത്ത് ഇമാമായി നിൽക്കപ്പെടുകയും ചെയ്യുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി ചരിത്രങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും യാഥാർത്ഥ്യങ്ങളിലൂടെയും ഇന്ന് വർത്തമാന യുഗത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ മൂല്യാടിസ്ഥാനം അറിവാണ്. അറിവ് എന്ന് പറയുന്ന വസ്തുതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. വർണ്ണവെറിക്കെതിരെ പ്രതികരിക്കുന്ന മതമാണ്. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് അറിവ് പഠിക്കണം.
അറിവ് പഠിക്കണം. എന്തായാലും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യർ എന്നീ 3 വർഗക്കാർക്ക് ദ്വിജന്മമുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. രണ്ടാമതൊരു ജന്മം അവർക്കുണ്ട്. ഏത് രീതിയിലാണ് അവർ ജനിക്കുന്നതെന്നും എങ്ങനെയാണ് ജനിക്കേണ്ടതെന്നൊക്കെ നമ്മൾ ഗ്രന്ഥങ്ങളിലൂടെ കാണുന്നുണ്ട്, പുസ്തകങ്ങളിലൂടെ നമ്മൾ കാണുന്നു. പട്ടിയായും പൂച്ചയായും ഒക്കെ ജനിക്കുന്നവരുണ്ട്. പിന്നെ സ്വർഗത്തിൽ പോകുന്നവരുണ്ടെന്ന് പറഞ്ഞു. സ്വർഗം ഏതാണെന്നും നമ്മൾ അത് വിലയിരുത്തണം. സ്വർഗത്തെ കുറിച്ചൊക്കെ നമുക്ക് ഹൈന്ദവ സംസ്കാരങ്ങളുടെ സ്വർഗം എന്തായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇരിക്കട്ടെ. അതുപോലെ തന്നെ ആന, കുതിര, ശുദ്രൻ, നിന്ദരായ മ്ലേച്ഛന്മാർ, സിംഹം, വ്രാഖ്യം, വരാഹം എന്നിവ തമോ ഗുണഭവങ്ങളായ മാധ്യമഗതിയാകുന്നു. അപ്പോ ശുദ്രൻ ആ കൂട്ടത്തിൽ പെട്ടുപോയി. ശുദ്രർ മൃഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു രീതിയിൽ അവരെ കണ്ടുവെങ്കിൽ ഈ ശുദ്രനും ആകാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. അങ്ങനെ ഒരു ശുദ്ര സമൂഹത്തെ ഇവിടെ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഒരിക്കലും നടക്കില്ല. അതിന്റെ കാലഘട്ടം കഴിഞ്ഞുപോയി. മനു തന്റെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ പൂവിട്ട് പൂജിച്ചുകൊണ്ട് ഇവിടെ മനുവിന്റെ സംവിധാനം ഞങ്ങളിവിടെ നടപ്പിൽ വരുത്തും എന്നിവിടെ പറഞ്ഞ RSSകാരുണ്ട്. നിങ്ങൾക്ക് എന്തറിയുന്നു? നിങ്ങൾ എന്തറിയുന്നു സഹോദരന്മാരെ? ഞങ്ങൾ മനുവിന്റെ നിയമാവലി ഇവിടെ കൊണ്ടുവരുമെന്ന് ഉച്ചൈശ്വരം പ്രഖ്യാപിച്ച ഹൈന്ദവ സഹോദരന്മാർ ഇവിടെയുണ്ട്. അവരാണ് വർഗീയവാദികൾ എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലാതെ നമുക്ക് വേണ്ടി നമ്മന്റെ പാർട്ടിയാണ്. അവരെന്ത് കാണിച്ചാലും കുഴപ്പമില്ല. മാറുമറക്കാത്ത അവസ്ഥയിലേക്കും നാവുകൾ പിഴുതെടുത്ത് നമ്മൾ കണ്ടതുപോലെ നാവുകൾ കണ്ടിക്കുകയും രാമനാദങ്ങൾ ഉച്ചരിക്കാനോ അതുപോലെ തന്നെ ദൈവിക സംസാരങ്ങൾ സംസാരിക്കുവാനോ സാധിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഇന്ത്യയെ കൊണ്ടെന്ന് ചെന്നെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ ക്ഷത്രിയന്മാർ, ഈ ബ്രാഹ്മണ ആളുകൾ. എന്തായാലും ശുദ്രരെ, അതായത് മനുഷ്യ എടുത്തിരിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. മനുശുദ്രരെ സത്തയിൽ തന്നെ മ്ലേച്ഛരും വൃത്തിഹീനരും നീചന്മാരുമായി മനസ്സിലാക്കുകയും ഉത്കൃഷ്ടരായ ആര്യ ജനതയോട് അവരുമായി ഇടപഴകരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു. മനു എന്ന് പറയുന്ന വ്യക്തി എന്താണ് പറഞ്ഞത്? സത്തയിൽ തന്നെ, യഥാർത്ഥ വശത്തിൽ തന്നെ മ്ലേച്ഛരും, ആ ഒരു വർഗമേ മ്ലേച്ഛരാണ്, വൃത്തിഹീനരാണ്. വൃത്തി എന്ന് പറയുന്ന സാധനം അവർക്കില്ല. അവരെന്നും വൃത്തിയില്ലാത്ത ആളുകളാണ്. അതുപോലെ തന്നെ നീചന്മാരുമായി, നീചന്മാരാണ് അവർ. ഏത് രീതിയിൽ എത്ര പ്രവൃത്തി ചെയ്താലും അവർ നീചന്മാർ തന്നെയാണ്. അങ്ങനെ അവർ മനസ്സിലാക്കുകയും അങ്ങനെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ഉത്കൃഷ്ടരായ ആര്യ ജനതയോട് ഇടപഴകാൻ അവർക്ക് അവസരം നൽകുകയോ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയോ ചെയ്യരുതെന്ന് കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവരെന്നും താഴേക്കടയിലായിരിക്കും. സഹോദരന്മാരെ, ഇങ്ങനെ ഒരു കാലഘട്ടം ഇവിടെ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിന്റെ പിൻതലമുറക്കാരായ നമ്മളെന്നുദ്ദേശിച്ചത് ഈ ഹൈന്ദവ സംസ്കാരത്തിൽ ജീവിക്കുന്ന സഹോദരന്മാരെ, നിങ്ങൾ എന്തിനെയാണ് അനുധാപനം ചെയ്യുക? ഇത്തരത്തിലുള്ള ഒരു തത്വസംഹിതയും ഒരു നിയമസംഹിതയുമുള്ള ഒരു മനുവിന്റെ ആ ഒരു തത്വസംഹിതയാണോ നിങ്ങൾ അനുധാപനം ചെയ്യാൻ പോകുന്നത്? ചരിത്രങ്ങൾ പഠിക്കണം സഹോദരന്മാരെ. ഇസ്ലാമിന്റെ തീവ്രവാദികളും അതുപോലെ തന്നെ മതവാദികളുമായി ഒരു വിഭാഗം ജനങ്ങൾ മുദ്രകുത്തുമ്പോൾ ലോകത്ത് നടത്തപ്പെടുന്ന അനാചാരങ്ങളും അക്രമങ്ങളും, എത്രയോ ക്രൂരമായ ആക്രമണങ്ങൾ ഇവിടെ ഏൽക്കേണ്ടി വന്ന ജനസമൂഹമുണ്ട് എന്നൊന്നും അവർ കാണുന്നില്ല. എവിടെയോ സിറിയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തുർക്കിയിലോ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും ഏതെങ്കിലും തീവ്രവാദികളായ ജനങ്ങൾ ബോംബിട്ടുകൊണ്ട് ജനങ്ങളെ നശിപ്പിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം എന്തെന്ന് മനസ്സിലാക്കാത്ത രീതിയിലുള്ള ആളുകളാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ചില ആളുകൾ ഇല്ലെന്നല്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറാനിലും കണ്ടൊക്കെ ബോംബ് പൊട്ടി.
അവർക്ക് നിലനിൽപ്പ് അവരെന്താണ്, അവരൊന്നും ജീവിക്കാൻ ഉദ്ദേശിച്ചവരല്ല, എങ്ങനെ നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ. അതൊന്നും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമൊന്നുമല്ല. അകാരണമായ ഒരു മനുഷ്യനെ വധിക്കാനൊന്നും. പിന്നെ അവിടുത്തെ ഭരണസംഹിതകൾ എതിരാകുമ്പോൾ ജനങ്ങളും എതിരാകും. നഊദു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടത്തെ നിയമസംഹിതകൾ വളച്ചൊടിക്കപ്പെട്ട് ഒരു പ്രത്യേകമായ വിഭാഗത്തിന് വേണ്ടി മാത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഇവിടെയും അതുപോലെയുള്ള അക്രമങ്ങൾ താഴേക്കിടയിലുള്ള ആളുകളിൽ നിന്നും ഉണ്ടാകുമെന്നുള്ളത് യാതൊരു സംശയമില്ല. കാരണം ഉണ്ടാകാം. എത്ര നാളുകളെ ഈ ക്ഷത്രിയന്മാര് ഇങ്ങനെ ശൂദ്രനെ എത്ര നാൾ പീഡിപ്പിച്ചു. ഇപ്പോൾ ഇല്ലാത്ത കഥകളെല്ലാം മെനഞ്ഞെടുത്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തുവാനായി കുറെ യോദ്ധാക്കൾ വന്നുകൊണ്ട് എല്ലാം കൊന്നൊടുക്കുന്ന സീനൊക്കെ അതൊന്നും ഉള്ളതൊന്നുമല്ല. പിന്നീട് ഇവിടെ വന്നു, മതപ്രബോധനവുമായി വന്നു. ക്രിസ്ത്യാനികൾ പറയും അന്ത്രോസ് പുണ്യാളം വന്നു, തോമാസ് ലീഹ വന്നു, ഗിവർഗീസ് പുണ്യാളം വന്നു. ഇങ്ങനെയുള്ള ആളുകൾ വന്നുകൊണ്ട് ഇവിടെ പ്രബോധനം നടത്തിയെന്ന് അവര് പറയുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ ക്രിസ്തീയതയിലേക്ക് പോയി. കുറെ വിഭാഗം ആളുകൾ മക്കയിൽ നിന്നും വന്ന മാലിക് ദിനാർ, മദീനയിൽ നിന്നും വന്ന മാലിക് ദിനാർ, അങ്ങനെയുള്ള ഇസ്ലാമിക പ്രസ്ഥാനക്കാർ വന്നുകൊണ്ട് പ്രബോധനം നടത്തി കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് പോയി. എങ്ങുമില്ലാത്ത രീതിയിൽ അതേ രീതിയിൽ പിടിച്ചു നിന്ന കുറെ വിഭാഗം ആളുകൾ ഇവിടെയും ഉണ്ട്. എന്നിരുന്നാലും സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങൾ, അവരെന്തുകൊണ്ട് ക്രിസ്ത്യാനികളായി, അവരെന്തുകൊണ്ട് മുസ്ലിങ്ങളായി, അവരുടെ ജീവനും സ്വത്തിനും മുതലിനും സ്വന്തം കുട്ടികൾക്കും ജീവിക്കാൻ ഇവിടെ അവകാശമില്ലാതെ കാലത്തിന്റെ ആ കുത്തൊഴുക്കിൽപ്പെട്ട് ഭൂമിയുടെ അഗാധതയിലേക്ക് വലിച്ചെറിയപ്പെട്ട സമൂഹമായി അധപ്പതിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർക്ക് കൈത്താങ്ങലുകളായി അന്യമതങ്ങൾ ഇന്ത്യയിലേക്ക് രംഗപ്രവേശനം ചെയ്തപ്പോൾ ആശ്വാസം തോന്നിക്കൊണ്ട് തോമാസ് ലീഹയുടെയും അതുപോലെ തന്നെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ വക്താക്കൾ വന്നുകൊണ്ട് ഇബ്രാഹിം ബാദ്ഷാ തങ്ങളെ പോലെയും അതുപോലെയുള്ള മലിക് ദിനാറിനെ പോലെയുമുള്ള ബാബർ ചക്രവർത്തി, അങ്ങനെയുള്ള ആളുകളുടെ ഭരണങ്ങളെല്ലാം അവർക്ക് പിന്നീട് ഉപകാരപ്പെടുകയുണ്ടായി. നിങ്ങളിൽ നിന്ന് പഠിക്കണം. ഇല്ലെങ്കിൽ ഇന്നും നമ്മൾ ഈ ഇന്ത്യ രാജ്യത്ത് നമ്മൾ ജീവിക്കുന്ന ഓരോ മുസ്ലിമും ഓരോ ക്രിസ്ത്യാനിയും ഓരോ ഹരിജനും സവർണ മേധാവിത്വത്തിന്റെ കീഴിൽ മറക്കാതെ അവരുടെ ഒച്ചാനിച്ച് നിന്നുകൊണ്ട് ഈ പറയപ്പെടുന്ന ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം ഇന്ന് ബ്രാഹ്മണന് സേവ ചെയ്യേണ്ട കാലഘട്ടമായി മാറുമായിരുന്നു. തീർച്ചയായും മാറുമായിരുന്നു. നിങ്ങൾ എന്ത് ചിന്തിക്കുന്ന ഓരോ മുസൽമാനും ഇന്നും ബ്രാഹ്മണന്റെ കീഴിൽ അവൻ പറയുന്നതനുസരിച്ച് ക്ഷത്രിയരെ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുകയും ബ്രാഹ്മണ ഒഴികെയുള്ള ബാക്കിയുള്ള കുലത്തിൽ നിന്നും എല്ലാവരും അവർക്ക് പാദസേവ ചെയ്യുകയും ചെയ്യേണ്ട അവസ്ഥയാകുമായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ മുസ്ലിം ഇന്ന് ഉയർന്നൊരു മതവിഭാഗമായി ലോകമെമ്പാടും വ്യാപിച്ചു കഴിഞ്ഞു. ലോകം അംഗീകരിക്കപ്പെട്ട വൃത്തിയുടെ മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. യഥാർത്ഥമായ ഏകനായ പടച്ച തമ്പുരാനെ സൃഷ്ടിയും സ്ഥിതിയും കർമ്മവും ആചാരങ്ങളും ഏതെല്ലാം രീതിയിൽ വ്യക്തമായ രീതിയിൽ സത്യത്തിന്റെ ബാന്ധാവിലൂടെ ദൈവത്തിന് അർപ്പിക്കണമെന്നും ഒരു കലർത്തലുകളുമില്ലാതെ മാനവരാശിക്ക് നൽകപ്പെട്ട ഏക മതം ഇസ്ലാം മതമാണ്. അത് യാതൊരു സംശയവുമില്ല. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകുവാൻ ആർക്കും ഒരു എതിരുമില്ല. ഏതും മതവും സ്വീകരിക്കാം. ഇന്ത്യൻ ഡെമോക്രസി, ഇന്ത്യൻ ഭരണഘടന ഫണ്ടമെന്റൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അന്ന് വിശ്വാസം നമ്മളത് പറഞ്ഞു വന്നത് സഹോദരന്മാരെ, ശുദ്ധരായി ഇന്ന് ബ്രാഹ്മണ മേധാവിത്വത്തിൽ കഴിയേണ്ടതായ അവസ്ഥയായിരുന്നുവെങ്കിൽ എന്തായിരിക്കും? എത്രയോ ജീവനുകളെ കൊല്ലുമായിരുന്നു അവർ ദാസികളാണ്, ശുദ്ധന്മാർ. ഈ ദാസവേല ചെയ്യേണ്ടവരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് അതിനെ അവരിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് കൈപിടിച്ച് നയിച്ച ആളുകളുടെ പേരുകൾ ഇവിടെ പറയുന്നു. അവരൊന്നുമല്ല സഹോദരന്മാരെ. ഉന്നത തലങ്ങളിലുള്ള ആളുകളെ കുറിച്ച് ആളുകൾ പറയുന്നുണ്ട് എങ്കിൽ അവർക്ക് അങ്ങനെയൊരു സാഹചര്യം എത്തപ്പെടുമ്പോൾ
അതിന്റെ പിന്നാമ്പുറങ്ങളിൽ ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടത്തി അതിനെ വേരോടുകൂടി പിഴുതെറിഞ്ഞുകൊണ്ട് ബ്രാഹ്മണ മേധാവിത്വത്തിന് അവസാനം കുറിക്കപ്പെട്ട ധീരദേശാഭിമാനികൾ മണ്ണിലിറങ്ങുന്നതായ ഭൂമിയാണ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിലും ഉണ്ടായിരുന്നു ഇത്തരണത്തിലുള്ള സവർണ മേധാവികൾ. അതിനെതിരെ രംഗത്തേക്ക് വന്ന ധീരദേശാഭിമാനികളിൽപ്പെട്ട മുസ്ലിങ്ങളായിരുന്നു വാരിയംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയാരും വെളിയംകോട് ഖാലിയും. ഇതുപോലെ തന്നെ ഈ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളികളായ ധീരദേശാഭിമാനികൾ അവരുടെ പ്രഗത്ഭരമായ ഇടപെടലുകൾ അവർ ബ്രാഹ്മണ മേധാവിത്വത്തെ എല്ലാം തകർത്ത് തരിപ്പള്ളമാക്കി കളഞ്ഞു. എല്ലാവരും ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. പച്ചക്കറിയിൽ നിന്ന് വീട്ടിലിരിക്കുകയാണ്, യുദ്ധം ചെയ്യുന്നതോ കഴിവുള്ള മേനിക്കുറപ്പുള്ളതായ അതായത് ശക്തിയുള്ള ആളുകളായിരുന്നു. ബ്രാഹ്മണൻ ആയിരുന്നില്ല. അവർ ബ്രിട്ടീഷുകാരോട് ചീറിയെടുക്കുന്ന തീകൾ തുപ്പുന്ന തോക്കിന്റെ മുന്നിൽ നെഞ്ചുവിരിച്ച് മാറു വിളിച്ച് നിന്നുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് ഇന്ത്യയെ സ്വതന്ത്രരാക്കി. ഇതൊന്നും നമ്മൾ മറന്നുപോകരുത് സഹോദരന്മാരെ. അന്നും ഇവരുടെ സ്വഭാവം എന്താണ്? ഒറ്റുകൊടുക്കലും ചതിയുമായിരുന്നു. ഇരിക്കട്ടെ, നാം പറഞ്ഞു വന്നത് ശൂദ്രർ എന്ന് പറയുന്ന പീഡിതരായ ദളിതരായ ജനങ്ങളെ സംബന്ധിച്ചുകൊണ്ടായിരുന്നു. ശുദ്ര സ്ത്രീയുമായി സഹശയനം ചെയ്യുന്ന ബ്രാഹ്മണൻ നരകം പ്രാപിക്കും. അവളിൽ സന്താനത്തെ ജനിപ്പിച്ചാൽ ബ്രാഹ്മണ്യത്തിൽ നിന്ന് തന്നെ പതിച്ചു പോകും എന്നാണ് പറയുന്നത്. എന്താണ് നമുക്കൊന്നുകൂടി നോക്കാം. ശുദ്ര സ്ത്രീയുമായി സഹശയനം ചെയ്യുന്ന ബ്രാഹ്മണർ നരകം പ്രാപിക്കും. അവളിൽ സന്താനത്തെ ജനിപ്പിച്ചാൽ ബ്രാഹ്മണ്യത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും? പതിച്ചു പോകും. അത് പതിച്ചു പോകുന്നതാണ്. ആ ബ്രാഹ്മണ്യത്തിന്റെ ആ ഒരു എന്താണ് അവസ്ഥ തന്നെ ഇല്ലാതായി, അതിന്റെ മഹിമ നഷ്ടപ്പെട്ടു പോകും. ആ ബ്രാഹ്മണ്യം പാടെ തകർന്നു പോകുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ മനുസ്മൃതിയിലെ ശ്ലോകങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഇതില് അതിന്റെ സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് അത് വായിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്താണ് അടുത്തത്? പതിതർ, ചണ്ഡാല, പുൽക്കസർ, മൂഢന്മാർ, ധനാധിപത ഗർവിധർ, അന്ത്യൻചർ, അതുപോലെ തന്നെ അന്ത്യാവസായികൾ എന്നിവരൊരുമിച്ച് വസിക്കരുത്. വഴിയമ്പലത്തിലോ മരത്തണിലോ പോലും ഇവരുമായി ഒരുമിച്ച് തങ്ങരുത്. ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ പതിതർ, ബഹുമാനപ്പെട്ട ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും മുസ്ലിം സമുദായം അറിയാൻ, പതിതർ എന്ന് പറയുന്ന ഒരാളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ചണ്ഡാലർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. പുൽക്കസർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. മൂഢന്മാർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. ധനാധിപത ഗർഭിധർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. അന്ത്യജർ എന്ന് പറയുന്ന മറ്റൊരു വിഭാഗം ഉണ്ടായിരുന്നു. അന്ത്യാവസായികൾ എന്നിവരും ഇങ്ങനെയുള്ള ആളുകളുണ്ടായിരുന്നു. എന്നിവരൊരുമിച്ച് വസിക്കരുത് എന്നാണ് നിയമം മനുവിന്റെ. വഴിയമ്പലത്തിലോ മരത്തണലിലോ പോലും ഇവരുമായി ഒരുമിച്ച് തങ്ങരുത്. ബ്രാഹ്മണ മേധാവികളോടുള്ള അജ്ഞാപനമാണ്. ഇത്രയധികം അതപ്പതിച്ചു പോയ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നു. അവരും മനുഷ്യരല്ലയോ? അവര് ശ്വസിക്കുന്ന വായുവും ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള വായുവല്ലയോ? അവരുടെ ബ്ലഡ്, അവരുടെ ശിരകളിൽ നിന്നൊഴുകുന്നത് രക്തമല്ലായിരുന്നു. എന്നിട്ട് പോലും അവരെ അത്തരണത്തിൽ ചീത്തയായി കണ്ടിരുന്ന സമൂഹമായിരുന്നു ബ്രാഹ്മണർ. ഇന്ന് ബ്രാഹ്മണർ ഒട്ടുമില്ലാത്ത അവസ്ഥയായിപ്പോയി. ഇന്ത്യയെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീരെ കുറവാണ്.
ഏതെങ്കിലും ഏരിയയിൽ മാത്രമുണ്ട്, അത് ശയിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെല്ലാം ശയിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ എന്തേ ഇതെല്ലാം അള്ളാന്റെ സൃഷ്ടികളല്ലെന്നാണ്? ബ്രാഹ്മണൻ അള്ളാന്റെ സൃഷ്ടിയല്ല. അവന്റെ കൈ മുറിച്ചാൽ എന്താ ചോര വരില്ലേ? അവന്റെ റൂഹ് അസ്രായേലിൽ പിടിച്ചാൽ പിടിക്കാൻ പറ്റില്ലേ? അള്ളാഹു അവരെ നശിപ്പിച്ചു, അതപ്പതിപ്പിച്ചു. ഇനി എങ്ങാനും തല പൊക്കാനൊന്നും ആ തലയെ അടിച്ചു. ആര് തന്നെ? മുസ്ലിങ്ങളല്ല. ഇവിടുത്തെ ക്ഷത്രിയരായി ശുദ്രരായി കണ്ടിരുന്ന ദളിത് ജനങ്ങൾ അവരെ അടിച്ച് താഴെ. അങ്ങനെ പൊക്കണ്ട തല, അങ്ങനെ തല നീ പൊക്കണ്ട. കുറെ തല പൊക്കിയതാ. പൊയ്ക്കോ സാർ. പിന്നെ എന്നാ സംസാരിച്ചു, ഞാൻ പോയി നോക്കട്ടെ. വണ്ടി എടുത്തിട്ട് ഇമാമത്തിന് പോകണം. ഓക്കെ സാർ. അപ്പോൾ പറഞ്ഞു വന്നത്, ഇനി അങ്ങനെ ഒരു കാലഘട്ടം നിങ്ങൾ പ്രതീക്ഷിക്കണം. ഇനി അങ്ങനെ കാലഘട്ടത്തിലേക്ക് ചിന്തിക്കുക പോലും വേണ്ട. തലയ്ക്ക് പത്തിക്കടി കിട്ടും. നിങ്ങൾ വെള്ളയും പളപള ശരീരവുമായി ദളിതരെ സമീപിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഇന്ന് വിവരമറിയാം യാതൊരു സംശയവും. കാരണം ജനങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നും കഴിഞ്ഞുപോയി. ആ ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും നടക്കില്ല. പക്ഷേ വേറെ രീതിയുണ്ട്. അന്നേ അവരുടെ കൈകളിൽ ആയുധങ്ങൾ വാളും മറ്റുമായിരുന്നുവെങ്കിൽ ഇന്ന് അതിന്റെ അതായത് അതിന്റെ ഹെഡ് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ മിഷ്യൻ ഗണ്ണുകളാണ് എന്ന് ഓരോരുത്തരും, ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജസ്റ്റ് ഒരു ഉദാഹരണത്തിന്, ഇവരുടെ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കയ്യിൽ ഭരണം വന്നതിന് ശേഷം ഇന്ത്യയൊന്ന് ശുദ്ധികലശം ചെയ്തുകൊണ്ട് സവർണനെന്നും അവർണനെന്നും വേർതിരിച്ചുകൊണ്ട് ആ പഴയ മനുവിന്റെ തത്വസംഹിതകൾ കൊണ്ടുവരുവാനായിട്ട് ഇവർ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ അത്യാധുനിക രീതിയിലുള്ള അമേരിക്കൻ നിർമ്മിതമായ ആയുധങ്ങളുണ്ട് എന്ന് നമ്മൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ എത്രത്തോളം ഇവർക്ക് ഇവരെ നശിപ്പിക്കുവാൻ, ബ്രാഹ്മണൻ ഒഴിച്ചുള്ള ബാക്കിയുള്ളവരെ എങ്ങനെ നശിപ്പിക്കാമെന്നവർ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കെ അരങ്ങത്ത് അണിയറയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാം. നമ്മുടെ ഊഹങ്ങൾ മാത്രമാണ്. ഊഹങ്ങൾ ചിലപ്പോൾ ശരിയാകാം. എന്തായാലും വരും തലമുറകളിൽ നമ്മുടെ കാലഘട്ടങ്ങൾക്ക് ശേഷം ദീനിവിടെ ഫസാദാകുന്ന കാലഘട്ടം ഉണ്ടായാൽ ആ സമയത്ത് ഇതിങ്ങനെ ഈ മാരി കേറി വരികയും ഈ പ്രദേശം മുഴുവൻ ചിലപ്പോൾ അന്ന് ഖിയാമത്ത് നാളിന്റെ അവസാനത്തോടുകൂടി ഇവിടെ ഇസ്ലാമില്ലാതെ അതപ്പതിച്ചുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും എല്ലാ രാജ്യങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് സന്ദർഭോചിതമായി പറയുകയാണ്. എന്നിരുന്നാലും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, അള്ളാഹുവിന്റെ മതത്തെ കുറിച്ച് പഠിക്കണം. അല്ലാതെ നമ്മൾ മനുഷ്യനിർമ്മിതങ്ങളായ വിഗ്രഹങ്ങൾ കണ്ണുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായി അതിനെ ജീവൻ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നാലെ ഓടുന്ന മനുഷ്യ, നിങ്ങൾ ചിന്തിക്കണേ. നിങ്ങൾക്ക് തരുന്നതായ ആഹാരങ്ങളും പാർപ്പിടങ്ങളും ജീവിതങ്ങളും എല്ലാം തരുന്നതായ ജീവനുള്ളതായ സർവേശ്വരനായ പടച്ചതമ്പുരാനെ, സർവേശ്വരനെ ജഗനിയന്താവിനെ മറന്നുകൊണ്ടുള്ള ഒരു കളി സഹോദരന്മാരെ നിങ്ങൾ കളിക്കരുതേ. നിങ്ങൾ അങ്ങനെ കളിക്കുന്ന പക്ഷം, നിങ്ങൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന പക്ഷം നിങ്ങളെ മരണം പിടികൂടുകയും മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകുകയും ചെയ്യുന്നതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമായി പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള തത്വസംഹിതയിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിച്ച് മരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. അതാണ് നിങ്ങൾക്ക് വിജയമെന്ന് പരിശുദ്ധ ഖുർആൻ ജനങ്ങളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. മുസ്ലിമിനെ വിളിച്ചോ, ക്രിസ്ത്യാനിനെ വിളിച്ചോ, ഹിന്ദുവിനെ വിളിച്ചോ, ബുദ്ധനെ വിളിച്ചോ, ജൈനനെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ. ആ ഒരു സംബോധന മതിയല്ലോ. ഒരു മനുഷ്യൻ, ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആൻ പറയുന്നത് യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ. ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാ. എല്ലാ മനുഷ്യരെയും പ്രത്യേകം റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്റെ ഈ വീഡിയോകൾ കാണുന്നതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്
അള്ളാഹുവാണ്, ദൈവമാണ്, എല്ലാം മനുഷ്യനെ അല്ലാതെ മുസ്ലിമിനെ എന്നോ ക്രിസ്ത്യാനിയെ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ശുദ്രന് ധർമ്മം ഉപദേശിക്കുകയോ പ്രായച്ചിത്തം പറഞ്ഞു കൊടുക്കുകയോ ചെയ്യുന്ന ബ്രാഹ്മണൻ ആ ശുദ്രനോടൊപ്പം അസംവൃദ്ധമെന്ന ഘോരനരകത്തിൽ പതിക്കുന്നതാകും. അപ്പൊ അങ്ങനെയൊന്നും കൂട്ടുകൂടാനൊന്നും പാടില്ല. കൂട്ടുകൂടിയാൽ തന്നെ അങ്ങനെ കൂട്ടുകൂടുന്നവൻ നരകത്തിൽ ആപതിക്കുന്നതാണെന്ന് മനുസ്മൃതി പറയുകയാണ്. മനുസ്മൃതിയുടെ ചില ശ്ലോകങ്ങളാണ് ഞാൻ ഇതിനു മുമ്പ് പല ക്ലിപ്പിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശുദ്രനെ ധർമ്മം ഉപദേശിക്കുകയോ അവന് ധർമ്മം ചെയ്യാൻ പാടില്ല. പ്രായച്ചിത്തം പറഞ്ഞു കൊടുക്കുകയോ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രായച്ചിത്തം പറഞ്ഞു കൊടുക്കുകയോ അവൻ അറിവില്ലാത്തവനായിരിക്കണം, അവൻ സേവകനായിരിക്കണം. അതൊരു ബ്രാഹ്മണൻ ചെയ്തു കഴിഞ്ഞാൽ ആ ബ്രാഹ്മണൻ ആ ശുദ്രനോടൊപ്പം അസംവൃദ്ധമെന്ന ഘോര നരകത്തിൽ പതിക്കുന്നതാകുന്നുവെന്ന് മനു റിപ്പോർട്ട് ചെയ്തു. എന്തായാലും സമയങ്ങൾ വൈകിയതുകൊണ്ട് നിർത്തുകയാണ്. സ്വലാത്ത് ടൈമായി, നമസ്കാരത്തിന്റെ സമയമായി. ഒരു മനുഷ്യൻ ചുമ്മാ വെറുതെ തേരാപ്പാരോ അങ്ങോട്ട് നടന്നുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം തേടിയാലൊന്നും ദൈവം തരില്ല. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വേറെ വിഷയം തേടിയാലും തേടിയില്ലേലും കൊടുക്കും. അത് അള്ളാഹുവിന്റെ, ദൈവത്തിന്റെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടാവിന്റെ, ഞാൻ ദൈവം എന്ന് പറയുന്നത് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റിപ്പോരുന്ന ആ ദൈവം എന്ന കൺസെപ്റ്റ് നമ്മൾ ആ ഒരു രീതിയിൽ എല്ലാവരും കാണുന്നത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ അള്ളാഹു പരിപാലകനായ, ലോകത്തിന്റെ അധിപനായ, മലിക്കുൽ മുലൂക്കായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു ജല്ല ജലാലുഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യവും ഭൂമിയിൽ നടക്കില്ല. ചിലരെ അവൻ ഉയർത്തും, ചിലരെ അവൻ താഴ്ത്തും, ചിലർക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കും. പക്ഷെ എന്നിട്ടും അല്ലാഹു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ സ്മരിക്കണേ, നിങ്ങൾ നിസ്കാരം നിലനിർത്തണേ, എനിക്ക് വേണ്ടി നിങ്ങൾ സുജൂദ് ചെയ്യണേ, എന്ന് നിങ്ങൾ ദിക്റിലൂടെ സ്മരിക്കണേ. നിങ്ങൾ എന്നെ സ്മരിക്കുന്ന കാലത്തോളം നിങ്ങളോട് ഞാനും ഉണ്ടാകും കൂടെ എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുമ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവത്തെയല്ലേ നമുക്ക് ആവശ്യം, അങ്ങനെയുള്ള സൃഷ്ടാവിനെയല്ലേ ആവശ്യം. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കുവാൻ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.